വാർത്തകൾ വിശദമായി. ഹിജാബ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾ പാലിക്കാനാകില്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് മാറിപ്പോകണം. ഹിജാബിന്റെയും തലാഖിന്റെയും പേരിൽ പെൺകുട്ടികളെ അടിച്ചമർത്തുന്നുവെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഹിജാബ് അനുകൂലികൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചത്. ഹിജാബ് സമൂഹത്തെ ഭിന്നിപ്പിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾ പാലിക്കാനാകില്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് മാറിപ്പോകണം. നിയമലംഘകരുടെ വാശിക്ക് മുന്നിൽ മുൻ സർക്കാരുകൾ അടിയറവ് പറഞ്ഞു. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ജനങ്ങൾ സമയമെടുത്തേക്കും. ഹിജാബിന്റെയും തലാഖിന്റെയും പേരിൽ കുട്ടികളെ അടിച്ചമർത്തുന്നതായി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറഞ്ഞു. People, for their own personal political gains, they use the name of the religion. Nobody is going to deny you the choice. Whatever you want to wear, wear at home, wear in the marketplace, wear. First of all, if you strictly go by the law which you are invoking to insist that you want to wear hijab, that law does not allow you to step outside home. പ്രവാചകന്റെ കാലത്തെ സ്ത്രീകൾ ഹിജാബ് അനാവശ്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. ഏറ്റവും സുന്ദരമായ സൃഷ്ടികളിലൊന്നാണ് മനുഷ്യർ. സൗന്ദര്യത്തിൽ പ്രതിഫലിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണെന്ന് അക്കാലത്ത് സ്ത്രീകൾ വിശ്വസിച്ചിരുന്നു. ദൈവം അനുഗ്രഹിച്ചു നൽകിയ സൗന്ദര്യം മറച്ചുവെക്കാനുള്ളതല്ല എന്ന് ആദ്യ തലമുറയിലെ സ്ത്രീകൾ വാദിച്ചിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി. CPM സമ്മേളന തീയതികളിൽ മാറ്റമില്ല. സംസ്ഥാന സമ്മേളനം മാർച്ച് 1 മുതൽ 4 വരെ എറണാകുളത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിലും നടക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാന സമ്മേളനത്തിന് പ്രകടനമുണ്ടാകില്ല. പൊതുസമ്മേളനത്തിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാനും സമ്മേളന പ്രതിനിധികൾക്ക് RT-PCR നിർബന്ധമാക്കാനും തീരുമാനിച്ചു. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ തീയതികളിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനത്തിലേക്കാണോ അന്തിമമായിട്ട് പാർട്ടി എത്തിയിട്ടുള്ളത്? തീയതികളിൽ മാറ്റമുണ്ടാകില്ല. CPMന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 1 മുതൽ 4 വരെ എറണാകുളത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിലും നടക്കും. ഏറ്റവും പ്രധാനം പൊതുസമ്മേളനത്തിന്റെ റാലി ഒഴിവാക്കിയിട്ടുള്ളതാണ്. പ്രകടനം ഉണ്ടാകില്ല. പൊതുസമ്മേളനം ഉണ്ടാകും. അവിടെ ആളുകളെ നിയന്ത്രിക്കും. 1000 അല്ലെങ്കിൽ 1500 കൃത്യമായ കണക്ക് പിന്നീടാകും തീരുമാനിക്കുക. അത് നേരത്തെ തന്നെ സീറ്റുകൾ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചതിന് അനുസരിച്ചുള്ള ആളുകളെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കൂ. സമ്മേളന പ്രതിനിധികൾക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കാനും തീരുമാനമുണ്ട്. എറണാകുളം സമ്മേളനവും കഴിഞ്ഞ ദിവസം തീരുമാനിച്ച 15-16 ആലപ്പുഴ സമ്മേളനവും നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ നടക്കും. സമ്മേളനങ്ങൾ തൽക്കാലം മാറ്റിവെക്കേണ്ടെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതിന് കാരണം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. മലമ്പുഴയിലെ മലയിടുക്കിൽ നിന്ന് സൈന്യം രക്ഷപ്പെടുത്തിയ ബാബു വീട്ടിലെത്തി. മണിക്കൂറുകളോളം രക്ഷപ്പെടാനാകാതെ നിൽക്കുമ്പോഴും മരണഭയം ഉണ്ടായിരുന്നില്ലെന്ന് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. രക്ഷപ്പെടുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദിയുണ്ടെന്നും ബാബു പറഞ്ഞു. രാവിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ബാബുവിന് ഡോക്ടർമാർ ഒരാഴ്ച വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സുമായിട്ട് രാവിലെ 10 തൊട്ട് മല കയറാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ കയറി പാതിയിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം തയ്ക്കണം പറഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി പിള്ളേർ. ഞാൻ മല ഫുള്ളായി കംപ്ലീറ്റ് കയറിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങി. അവർ താഴെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്ലിപ്പായി വീണത്. അവരിനെ വിളിക്കുന്നത് വീണപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഫയർഫോഴ്സുകാരനെ വിളിച്ചു. അവർ ഡയറക്റ്റ് ഇവിടുത്തെ SI സാർമാരിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. മുകളിൽ തന്നെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ കൂട്ടുകാരന്മാർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. വാട്സപ്പിൽ ചാർജ് ഉണ്ടായിരുന്ന കാരണം അയച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞവര്. 2 പകലും 2 രാത്രിയും കുറുമ്പാച്ചിമലയിൽ കുടുങ്ങിയതും രക്ഷപ്പെട്ടതുമെല്ലാം ബാബു ചെറുപുഞ്ചിരിയോടെ വിവരിക്കുകയാണ്. രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മരണഭയം ഉണ്ടായിരുന്നില്ലെന്നും ബാബു. പിന്നീട് രക്ഷപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തിലിരുന്നു. എന്തിനു വീണു? നമ്മള് ധൈര്യം ഉണ്ടല്ലോ. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കും. അവിടെ ഇരിക്കാവുന്ന ഇങ്ങനെ ചാരി ഇരിക്കാം. നമുക്ക് ഒരു ഹോള് പോലത്തെ അതിന് താഴെയുള്ളതിൽ നിന്നിട്ട് തന്നെ നമ്മൾ ശരീരം മാത്രം ബോഡി ബാക്കൗട്ട് ചെയ്തിരിക്കണം ചെരിഞ്ഞിട്ട്. അവിടെ ഇവര് വൈകുന്നേരം 3 to പുലർച്ചെ രാവിലെ 8 മണി വരെ നിന്നു. രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ പാറയിടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. കരസേനയെത്തിയപ്പോൾ സന്തോഷമായി. പട്ടാളത്തിൽ ചേരണമെന്ന ആഗ്രഹം വർദ്ധിച്ചതായും ബാബു. ഞാൻ എയർപോർട്ടിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്വഭാവ രീതിയൊക്കെ ഇഷ്ടമാണ്. അതിന് ചേരാൻ താല്പര്യമുണ്ട്. തിരുവനന്തപുരത്ത് മെസ്സിൽ ഏതെങ്കിലും സേന. മുൻപും മല കയറിയിട്ടുണ്ട്. മലകയറ്റം ഇഷ്ടമാണെന്നും എവറസ്റ്റിൽ കയറാൻ പരിശീലനം ലഭിച്ചാൽ പോകുമെന്നും ബാബു ആവേശത്തോടെ പറഞ്ഞു. കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്.
ഓരോ ടൂർ പോകുമ്പോൾ കൂട്ടുകാരന്മാരുടെ കൂടെ അങ്ങനെ പണിക്ക് പോകുമ്പോഴൊക്കെ ട്രെയിൻ ചെന്നാൽ ഓക്കെ. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ബാബു നന്ദി പറഞ്ഞു. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദുംബശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കുഴൽമന്ദത്ത് 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം KSRTC ഡ്രൈവർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന പരാതിയുമായി കുടുംബം. അപകടത്തിൽ മരിച്ച കാസർഗോഡ് സ്വദേശി സബിത്തിന്റെ സഹോദരൻ ശരത്ത് ആണ് പരാതിയുമായി രംഗത്ത് വന്നത്. സംഭവത്തിൽ വടക്കാഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവർ CL ഔസേപ്പിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിലാണ് പാലക്കാട് കാവശ്ശേരി സ്വദേശി ആദർശ് മോഹൻ, കാസർഗോഡ് സ്വദേശി സാബിത്ത് എന്നിവർ മരിച്ചത്. യുവാക്കളുടെ ദാരുണ മരണത്തിന്റെ കാരണം KSRTC ഡ്രൈവറുടെ വീഴ്ചയാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവർ CL ഔസേപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ ബസ് ഡ്രൈവർക്കെതിരെ ഗുരുതര ആരോപണവുമായി സാബിത്തിന്റെ കുടുംബം രംഗത്തെത്തി. കുഴൽമന്ദം എത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് KSRTC ഡ്രൈവർ മരിച്ച ആദർശുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതേ തുടർന്നാണ് KSRTC ഡ്രൈവർ മനഃപൂർവ്വം അപകടമുണ്ടാക്കിയതെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് സാബിത്തിന്റെ സഹോദരൻ പറഞ്ഞു. മനഃപൂർവ്വം ചെയ്തതാണ്. ഇവർ കുറച്ച് മുന്നേ എന്തോ വാക്കേറ്റൊക്കെ ആയിരുന്നു, ഡ്രൈവറോട് എന്തോ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള സംശയം അവർക്കുണ്ട്. അപ്പോൾ നമുക്കുണ്ട് ആ സംശയം. അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രാവിലെ അവിടെ നിന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മനഃപൂർവ്വം അയാൾ അടുപ്പിച്ചതാണ് വണ്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. KSRTC ബസ്സിലുണ്ടായിരുന്നവർക്ക് ഇക്കാര്യം അറിയാമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ KSRTC നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവറുടെ വീഴ്ചയാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഔസേപ്പിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. SSLC+2 പരീക്ഷകളിൽ ഫോക്കസ് ഏരിയ ഒഴിവാക്കിയ നടപടിയെ വിമർശിച്ച അധ്യാപകരോട് വിശദീകരണം ചോദിച്ചതിൽ ഇടത് അധ്യാപക സംഘടനയിൽ ഉൾപ്പെടെ എതിർപ്പുയർന്നു. പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ P. പ്രേമചന്ദ്രനാണ് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകിയത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. SSLC+2 പരീക്ഷകളിൽ ഫോക്കസ് ഏരിയ ഒഴിവാക്കി 30% ചോദ്യങ്ങൾ സിലബസിന് പുറത്തുനിന്ന് ഉൾപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെ ഗ്രേഡിനെ ബാധിക്കുമെന്നായിരുന്നു അധ്യാപകന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനത്തിന് പിന്നാലെയാണ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ പ്രേമചന്ദ്രനോട് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. 15 ദിവസത്തിനകം മറുപടി നൽകണം എന്നാവശ്യപ്പെട്ട് പ്രത്യേക ദൂതൻ വഴിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നോട്ടീസ് പയ്യന്നൂരിലെത്തിച്ചത്. നടപടിയെ നിയമപരമായി നേരിടാനാണ് അധ്യാപകൻ ഒരുങ്ങുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണ സമിതികളിൽ 20 വർഷത്തോളം അംഗമായ അധ്യാപകൻ CPM അനുകൂല അധ്യാപക സംഘടനയായ KSTA-യിൽ അംഗമാണ്. വിഷയത്തിൽ KSTA ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സംഘടനയ്ക്കുള്ളിൽ നടപടിക്കെതിരെ എതിർപ്പുണ്ട്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA-യുടേതും മുസ്ലിം ലീഗ് അനുകൂല സംഘടനയായ KSTU-വിൻ്റെയും ഭാരവാഹികൾക്കും സമാനമായ നിലപാടാണ്. BJP അനുകൂല അധ്യാപക സംഘടനയായ NTU-വും നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിനെതിരായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരാമർശം ഫെഡറലിസത്തിന് വിരുദ്ധമാണെന്ന് ഇടത് MPമാർ. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നിഷേധിച്ചു. നടപടിയിൽ പ്രതിഷേധിച്ച് ഇടത് MPമാർ രാജ്യസഭയിൽ നിന്നിറങ്ങിപ്പോയി. ലോക്സഭയിൽ NK പ്രേമചന്ദ്രനും TN പ്രതാപനും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയിരുന്നു. BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഉത്തർപ്രദേശ്, കേരളം, കശ്മീർ, ബംഗാൾ സംസ്ഥാനങ്ങൾ പോലെയാകുമെന്നായിരുന്നു യോഗിയുടെ വിവാദ പരാമർശം. സംസ്ഥാനങ്ങൾക്കിടയിൽ അനൈക്യവും വിദ്വേഷവും സൃഷ്ടിക്കുന്ന, ജനങ്ങൾക്കിടയിൽ അനൈക്യം സൃഷ്ടിക്കുന്ന അതിഹീനമായിട്ടുള്ള പരാമർശമാണ് യോഗി നടത്തിയത്. എന്തുകൊണ്ടും രാജ്യസഭയാണ് ആ വിഷയം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള വേദി. അതനുസരിച്ചാണ് 267 പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തത്. ചെയർമാൻ അത് തള്ളി. പക്ഷേ എങ്കിൽ പോലും ഇടതുപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ വിഷയത്തെ അടിവരയിടുകയും അത് മാത്രമല്ല പ്രതിപക്ഷം ഒന്നടങ്കം ഞങ്ങളുടെ നോട്ടീസിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഈ നോട്ടീസ് അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അമേരിക്കൻ പൗരന്മാർ ഉടൻ ഉക്രൈൻ വിടണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈനെ ഏത് നിമിഷവും ആക്രമിക്കാമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷം ഒഴിവാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ.
യുക്രൈനിൽ സ്ഥിതി കൈവിട്ടു പോകുമെന്ന അവസ്ഥയാണെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡന്റെ വിലയിരുത്തൽ. അതിനാൽ അമേരിക്കൻ പൗരന്മാർ ഉടൻ യുക്രൈൻ വിടണം. ശീതയുദ്ധ സമരത്തിന് ശേഷം വീണ്ടും US-റഷ്യ ബന്ധം മോശമായത് ഇപ്പോഴാണ്. ഒരു കാരണവശാലും അമേരിക്ക സൈന്യത്തെ വിന്യസിക്കില്ല. അമേരിക്കൻ റഷ്യൻ സൈനികർ തമ്മിലെ വെടിവയ്പ് ഒഴിവാക്കാനാണ് സൈനികരെ ഒഴിവാക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു. റഷ്യൻ സൈനികർ യുക്രൈന്റെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ട് 1 മാസത്തിലേറെയായി. 1.5 ലക്ഷത്തോളം റഷ്യൻ സൈനികരാണിപ്പോൾ യുക്രൈൻ അതിർത്തിയിലുള്ളത്. ഇപ്പോൾ ബലാറൂസുമായി ചേർന്ന് സൈനികാഭ്യാസം തുടങ്ങിയതാണ് ആശങ്ക വർദ്ധിക്കാൻ കാരണം. 30,000 സൈനികരെ സൈനികാഭ്യാസത്തിനായും എത്തിച്ചു. നാവികാഭ്യാസത്തിന്റെ പേരിൽ റഷ്യ കടൽമാർഗം വഴിയുള്ള വ്യാപാരം തടയുന്നതായി യുക്രൈൻ ആരോപിച്ചു. സൈനിക നീക്കം രാജ്യത്തേക്കുള്ള അധിനിവേശം തടയാനെന്നാണ് റഷ്യയുടെ വിശദീകരണം. അതിനിടെ സംഘർഷം ഒഴിവാക്കാൻ അമേരിക്കൻ, ബലാറൂസ് പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ ടെലിഫോണിലൂടെ സംസാരിച്ചെന്ന് ജർമ്മൻ ചാൻസലർ ഓലഫ് ഷോൾസ് പറഞ്ഞു. 2014 യുക്രൈനിലെ ക്രിമിയ നഗരത്തെ റഷ്യ സ്വതന്ത്രമാക്കിയത് മുതലാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത്. യുക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളോടും നാറ്റോ സഖ്യത്തോടും അടുക്കുന്നതാണ് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത്. യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകില്ലെന്ന ഉറപ്പ് റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സിൽവർ ലൈൻ പദ്ധതിയിലും ലോകായുക്ത ഓർഡിനൻസിലും വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപം. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കിയാണ് സർക്കാർ നീക്കമെന്നും ചർച്ച വേണ്ടാത്ത മാവോ ലൈനാണ് പിണറായി സർക്കാരിൻ്റെതെന്നും സത്യദീപം കുറ്റപ്പെടുത്തുന്നു. ലോകായുക്തയെ വെറും അന്വേഷണ കമ്മീഷനാക്കി മാറ്റിയെന്നും വിമർശനമുണ്ട്. സിൽവർ ലൈൻ, ലോകായുക്ത ഓർഡിനൻസ് എന്നീ വിഷയങ്ങളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് സത്യദീപം മുഖപ്രസംഗം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയെക്കുറിച്ച് ഒരു ചർച്ചയും നടത്താതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. കേരളത്തിന്റെ വികസന മുരടിപ്പിന് ഏക പരിഹാരമായി കെ-റെയിലിനെ ഉയർത്തിക്കാട്ടുന്നത് എന്തുകൊണ്ടാണെന്നും സത്യദീപം ചോദിക്കുന്നു. നിയമസഭയിൽ പോലും ഒരു ചർച്ചയും നടത്താതെ സാധാരണക്കാരന്റെ അടുക്കളയിൽ പോലും അതിരടയാളക്കുറ്റികൾ സ്ഥാപിക്കുന്നത് എങ്ങനെ നീതീകരിക്കാനാകുമെന്നും ആര് തടുത്താലും പദ്ധതിയുമായി മുന്നോട്ടെന്ന മാവോ ലൈനിലാണ് സർക്കാരെന്നും സത്യദീപം ചൂണ്ടിക്കാട്ടുന്നു. ലോകായുക്ത വിഷയത്തിൽ സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് അനാവശ്യമായ തിടുക്കത്തിന്റെ ഭരണവെപ്രാളമാണ്. നയപരമായ കാര്യങ്ങളിൽ പോലും സഭാ ചർച്ചകളെ ഒഴിവാക്കുന്ന പിണറായി സർക്കാരിന് പാർലമെന്റിനെ വെറും നോക്കുകുത്തിയാക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ എന്തവകാശമെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ലോകായുക്ത നിയമ ഭേദഗതിയിൽ പ്രതികരണവുമായി ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഭേദഗതിയെക്കുറിച്ച് ഇപ്പോൾ കോടതിയിൽ സംസാരിക്കേണ്ടതില്ല. സെക്ഷൻ 14 പ്രകാരം റിപ്പോർട്ട് കൊടുക്കാൻ ഇപ്പോഴും അധികാരമുണ്ട്. റിപ്പോർട്ട് എന്ത് ചെയ്യണം എന്ന ചോദ്യം പിന്നീടാണ് ഉയരുന്നത് എന്നും ഞങ്ങളുടെ ജോലി ചെയ്യുമെന്നും ലോകായുക്ത പറഞ്ഞു. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പറയുന്നതിന് ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നും സിറിയക് ജോസഫ് പറഞ്ഞു. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, ജസ്റ്റിസ് സിറിയക് ജോസഫ് എവിടെയാണ് ഇക്കാര്യം പറഞ്ഞത്? എന്തൊക്കെയാണ് അദ്ദേഹം കൂടുതലായി കൂട്ടിച്ചേർത്തത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ ഉപലോകായുക്തയാണ് ഇപ്പോൾ നമ്മൾ ഇക്കാര്യം പരിഗണിക്കേണ്ട അടിയന്തര ആവശ്യമുണ്ടോ, കാരണം ഭേദഗതി മറ്റും വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ലോകായുക്ത ഈ പരാമർശം നടത്തിയത്. ഇപ്പോൾ നമ്മൾ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നിയമഭേദഗതിയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. സെക്ഷൻ 14 പ്രകാരം റിപ്പോർട്ട് കൊടുക്കാൻ ഇപ്പോഴും ലോകായുക്തയ്ക്ക് അധികാരമുണ്ട്. ആ റിപ്പോർട്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യം പിന്നീടാണ് ഉയരുന്നത്. അത് അവർ തീരുമാനിച്ചുകൊള്ളട്ടെ എന്ന ലോകായുക്ത പറഞ്ഞു. ഞങ്ങളുടെ ജോലി ചെയ്യും, അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പറയുന്നതിന് ഇപ്പോൾ മറുപടി പറയേണ്ടതില്ലെന്നും സിറിയക് ജോസഫ് വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ലോകായുക്തയ്ക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. വഴിയരികിൽ എല്ല് കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയുടെ അടുത്ത് ചെന്നാൽ എല്ല് കടിക്കാനെന്ന് അത് കരുതും, പട്ടി എല്ല് കടിച്ചുകൊണ്ടേയിരിക്കും, നമുക്കതിൽ കാര്യമില്ലെന്നായിരുന്നു ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരാമർശം. ഫേസ്ബുക്കിൽ പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ ഹർജി ഇപ്പോൾ ലോകായുക്ത പരിഗണിക്കുകയാണ്. ഇപ്പോൾ ഉച്ചപക്ഷത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഈ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടാണ് വാദമുഖങ്ങൾ ഉയർത്തിയത്. ശരി, നന്ദി അരുൺ. വിവരങ്ങൾക്ക് KT ജലീലടക്കം ഫേസ്ബുക്കിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് കൂടെയാണ് ലോകായുക്ത മറുപടി നൽകിയിരിക്കുന്നത്. ലോകായുക്ത ഓർഡിനൻസ് ഒപ്പിട്ടതിലൂടെ ഭരണഘടനാ ചുമതലയാണ് നിറവേറ്റിയതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ പറഞ്ഞു. മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നിയമവിരുദ്ധമായി ഒന്നും ബില്ലിൽ കാണാൻ കഴിഞ്ഞില്ല എന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. If you have any real question, you can take the email, you can send me and I will send you back in reply. But here the question is, I can only give my advice by counsel to the Council of Ministers. The bill was with me for more than 3 weeks. But ultimately it is the elected government, it is their responsibility. So
I have to. I don't see any. I may have my opinion, but I did not find anything which is repugnant to the Constitution. Therefore, I signed. മുഖ്യമന്ത്രിക്ക് എം ശിവശങ്കറിന് ഭയമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൂടുതൽ വെളിപ്പെടുത്തൽ വന്നാൽ പ്രശ്നമാകുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. ഇതിനാൽ ശിവശങ്കറിനെ പരസ്യമായി ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. PV അൻവർ MLAയുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ റോപ്പ് വേ പൊളിച്ചു തുടങ്ങി. ചീങ്കണ്ണിപ്പാലിയിലെ വിവാദ തടയണയ്ക്ക് കുറുകെ MLAയുടെ ഭാര്യാപിതാവ് CK അബ്ദുൽ ലത്തീഫ് നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പ് വേ 4 ദിവസത്തിനകം പൂർണ്ണമായി പൊളിച്ചു നീക്കാനാണ് ഊർങ്ങാട്ടിരി പഞ്ചായത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഈ തടയണയ്ക്ക് കുറുകെ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന റോപ്പ് പൊളിക്കുന്ന നടപടിയാണ് ആരംഭിച്ചത്. ആദ്യം ഘട്ടത്തിൽ ഇതിന്റെ റോപ്പ് പൂർണ്ണമായും അഴിച്ചു നീക്കിയിട്ടുണ്ട്. ഇനി ബീം പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തുള്ളത്. 1,47,000 രൂപയ്ക്ക് ടെൻഡർ നൽകിയിരിക്കുകയാണ്. ഇത് 4 ദിവസത്തിനകം തന്നെ പൊളിച്ചു നീക്കാനാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് 5 വർഷത്തോളം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ സ്വദേശി MP വിനോദ് നടത്തിയൊരു നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓംബുഡ്സ്മാന്റെ ഉത്തരവിനെ തുടർന്ന് ഈ റോപ്പെ പൊളിക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ശരി സനീഷ്, നന്ദി വിനേഷ് വിവരങ്ങൾക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീന്റെ സംസ്കാരം വൈകിട്ട് നടക്കും. കോഴിക്കോട് കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ 5 മണിക്കാണ് സംസ്കാരം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്ന നസറുദ്ദീൻ ഇന്നലെ രാത്രി 10:30 അന്തരിച്ചത്. 3 പതിറ്റാണ്ടുകാലം വ്യാപാരി സമൂഹത്തെ ചലിപ്പിച്ച അതികായനാണ് വിട പറഞ്ഞത്. 1991 മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധ്യക്ഷനായിരുന്നു T നസറുദ്ദീൻ. ഭാരത് വ്യാപാര സമിതി അംഗം, വാറ്റ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി മെമ്പർ, വ്യാപാരി ക്ഷേമനിധി വൈസ് ചെയർമാൻ, കേരള മർക്കന്റൈൻ ബാങ്ക് ചെയർമാൻ, ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ബോർഡ് മെമ്പർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. 1984 വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി സജീവ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. 1985 സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. സംസ്ഥാനത്തെ വ്യാപാരികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുൻനിരയിലായിരുന്നു നസറുദ്ദീൻ എപ്പോഴും. വ്യാപാരി സമൂഹത്തെ സമ്മർദ്ദശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നെടുനായകത്വം വഹിച്ചത് നസറുദ്ദീനായിരുന്നു. ഭാര്യയും 4 മക്കളുമുണ്ട്. വൈകിട്ട് 5 കണ്ണമ്പറമ്പിലാണ് ഖബറടക്കം. നസറുദ്ദീനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്തെ കടകൾ വൈകിട്ട് 6 വരെ അടച്ചിടും. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം കുറിച്ചി സ്വദേശിയായ യുവാവിനെ കപ്പലിൽ നിന്ന് കാണാതായി. കുറിച്ചി സ്വദേശി ജസ്റ്റിൻ കുരുവിളയെയാണ് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ ചരക്ക് കപ്പലിൽ നിന്ന് കാണാതായത്. ജസ്റ്റിനെ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. നാളെ ഞാൻ വിളിക്കാം, ഞാൻ പോയി കഴിക്കട്ടമെന്ന് പറഞ്ഞ് കഴിക്കാനൊക്കെ പോയത്. ഞാൻ അറിഞ്ഞിട്ട് ഇത്ര പേര് പെട്ടെന്ന് എൻ്റെ കൊച്ചിനോട് ഞാൻ കൂടെയൊക്കെ ഞാൻ സംസാരിച്ചേനെ എനിക്കറിയത്തില്ല. ഒരു നാടാകെ കാത്തിരിക്കുകയാണ് ജസ്റ്റിനെ. ഏറ്റവും ഒടുവിൽ ശനിയാഴ്ചയാണ് ജസ്റ്റിൻ അമ്മയെ വിളിച്ച് സുഖാന്വേഷണം നടത്തിയത്. ജോലി ചെയ്യുന്ന കമ്പനിയാണ് ജസ്റ്റിനെ കാണാനില്ലെന്ന വിവരം ബന്ധുക്കളെ അറിയിച്ചത്. ശനിയാഴ്ച വൈകിട്ട് വിളിച്ചാണ്, അമ്മയെ വിളിച്ച് സംസാരിച്ചതാണ്. അത് ഇന്നലെ രാവിലെ ജ്യേഷ്ഠനെ വിളിച്ച് അവരുടെ ബോംബെ ഓഫീസിൽ നിന്ന് പറയുന്നത് ഇതുപോലെ ജസ്റ്റിൻ മിസ്സായെന്ന് അറിയിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഒരു 12 മണിയായപ്പോഴത്തേക്കിന് ഒരു മെയിൽ ചെയ്തു, ജസ്റ്റിന് മിസ്സായെന്ന് പറഞ്ഞുള്ള മെയിൽ തരുന്നു നമുക്ക് രേഖാമൂലം. അത് കഴിഞ്ഞ് 5 മണിയായപ്പോൾ അവർ എറണാകുളത്തെ ഓഫീസിൽ നിന്ന് ആൾ വീട്ടിൽ വന്ന് പേപ്പർ തന്നു, ഇതുപോലെ മിസ്സായെന്നും പറഞ്ഞു. ചരക്ക് കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു ജസ്റ്റിനും ഒപ്പമുള്ള ജീവനക്കാരും. കടലിൽ ഒരു ദിവസം തെരച്ചിൽ നടത്തിയെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 6 വർഷം മുൻപാണ് സ്ട്രീം അറ്റ്ലാന്റിക് എന്ന കപ്പലിൽ ജസ്റ്റിൻ ജോലിക്ക് കയറിയത്. കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം അമ്പലമുക്ക് കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി രാജേഷ്. തമിഴ്നാട്ടിൽ നിന്നും പോലീസ് സംഘം പിടികൂടിയ രാജേഷിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അമ്പലമുക്കിൽ ചെടി വിൽപ്പന നടത്തുന്ന കടയിലെ ജീവനക്കാരിയായ വിനീത കൊല്ലപ്പെട്ടത്. VB വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്?
സനീഷ് തമിഴ്നാട് സ്വദേശി രാജേഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം പിടികൂടിയത്. നേരത്തെ ഞായറാഴ്ച ഈ കൊലപാതകം നടന്നിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കി, ലുക്ക് ഔട്ട് നോട്ടീസല്ല രേഖാചിത്രം പുറത്തിറക്കുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അത് അവിടുത്തെ പ്രദേശവാസികളെ കാണിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് തീരദേശത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പേരൂർക്കട സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടേക്ക് എത്തും. നമ്മളിപ്പോൾ ഈ പിറകിൽ കാണുന്ന ഈ വാഹനത്തിലാണ് ഈ അന്വേഷണ സംഘം പ്രതിയെ ഇവിടെ എത്തിച്ചത്. ഇതിന് വിശദമായി ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പേരൂർക്കടയിലേക്ക് കൊണ്ടുപോവുക. ഞായറാഴ്ചയാണ് ഈ കൊലപാതകം നടന്നത്. ചെടികൾ വിൽക്കുന്ന കേന്ദ്രത്തിലെ ജീവനക്കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 4.5 പവൻ്റെ സ്വർണം അപഹരിക്കുകയും ചെയ്തു. മാലയാണ് അത്തരത്തിൽ അപഹരിച്ചത്. അത് ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ പണയം വെച്ചതായുള്ള സംശയമുണ്ട്. ഇക്കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പണയം വെച്ച വസ്തു ആ തൊണ്ടി മുതൽ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് നേതൃത്വം നൽകിയാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ശരി, ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.